ശ്രീ ഷോൺ ജോർജ് പരാതിക്കാരൻ ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. ബി.ജെ.പി നേതാവ് കൂടിയായ ശ്രീ ഷോൺ ജോർജ്. ശ്രീ ഷോൺ ജോർജ്, ഇതിൽ ഇന്നിപ്പോൾ ഇ.ഡി. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ നമ്മൾ പരിശോധിക്കുകയായിരുന്നു. ആ വാർത്തകൾ വരികയായിരുന്നു. താങ്കളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത്. ഇതിൽ ശശിധരൻ കർത്തായുടെ ഒരു മൊഴി 2024 തന്നെ നൽകിയിട്ടുള്ള മൊഴിയുണ്ട്. അത് സ്വാഭാവികമായും വീണ ടിക്കും പിണറായി വിജയനും എതിരാണ്. പിണറായി വിജയനുമായുള്ള അടുപ്പത്തിന്റെ പേരിലാണ് കരാർ നൽകിയതെന്ന് മൊഴിയിൽ പറയുന്നുണ്ട്. മറ്റൊന്ന്, CMRL യാതൊരു സേവനവും വീണ നൽകിയിട്ടില്ല എന്നതാണ്. ഇത് ഈ കേസിന് തുടക്കം മുതൽ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. വീണയല്ല ഇതിനകത്ത് പ്രതി, പിണറായി വിജയനാണ്. പിണറായി വിജയന് വേണ്ടി നടത്തിയ ഇടപാടിൽ ഒരു വ്യാജ കരാറിൽ വീണ പങ്കാളിയായെന്ന് വെച്ചാൽ ഈ കേസിൽ പൂർണ്ണമായും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ്. അതിന് ഇനിയെങ്കിലും പൊതുസമൂഹത്തിന് അല്ല, CPM-ന്, പൊതുസമൂഹത്തിന് നേരത്തെ ബോധ്യമായതുകൊണ്ടാണല്ലോ പിണറായി പ്രതിപക്ഷത്തായത്. പക്ഷേ CPM-ന് ഇനിയെങ്കിലും ബോധ്യപ്പെട്ട് അടിയന്തരമായി അദ്ദേഹത്തെ ഇനിയും ന്യായീകരിക്കുന്ന നിലപാടിൽ നിന്നും CPM പുറകോട്ട് മാറണം. ഇത് പിണറായി കള്ളനാണ് എന്ന് നേരത്തെ മുതൽ നമ്മൾ പറയുന്ന അടിവരയിട്ട് തെളിയിക്കുന്നതാണ് ഈ മൊഴി. ഇതിലിപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. വീണ തന്നെ മൊഴി നൽകിയിട്ടുണ്ട്, CMRL സേവനം നൽകിയിട്ടില്ല എന്നതാണ് ED-യുടെ വാദമായി വരുന്നത്. പക്ഷേ അത്തരത്തിലൊരു മൊഴി നൽകിയിട്ടില്ല എന്നതാണ് ഇപ്പോഴും CPM നേതാക്കൾ പറയുന്നത്. വീണ മൊഴി നൽകിയിട്ടില്ലെന്നല്ല, വീണ സേവനം നൽകിയിട്ടില്ലെന്നല്ല. സേവനം എന്ത് നൽകിയെന്ന് വീണയ്ക്ക് പറയാൻ കഴിഞ്ഞില്ല. അതിന്റെ അർത്ഥം സേവനം നൽകിയിട്ടില്ലെന്നാണ്. വീണയുടെ മൊഴിയിൽ എന്ത് സേവനമാണ് നൽകിയതെന്ന് കൃത്യമായി പറയാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ വീണയുടെ മൊഴിയിൽ തന്നെ സേവനം കൊടുത്തിട്ടില്ല എന്ന് വ്യക്തമല്ലേ? അപ്പോൾ ഇതിലിനി ഏതായാലും ഇത്രയധികം വിവരങ്ങൾ പുറത്തു വന്ന നിലയ്ക്ക് തുടർ നടപടികൾ എന്ന് പറയുമ്പോൾ കടുത്ത നടപടികളിലേക്ക് ED പോകുമെന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും പോയേ പറ്റൂ. ശരി, വളരെയധികം നന്ദി. ശ്രീ ഷോൺ ജോർജ് ആണ് ചേർന്നത്. SS ശരൺ തുടരുന്നുണ്ട്. ശരൺ, അതാണ് ഇനി ED-യുടെ തുടർ നീക്കങ്ങൾ എന്ത് എന്നത് വളരെ നിർണായകമായി തന്നെ വിലയിരുത്തണം. പലതവണ മൊഴിയെടുത്തിട്ടുണ്ട് ശശിധരൻ കർത്തായുടെ ഉൾപ്പെടെ. അതിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.